ഞങ്ങളുടെ പ്രതിനിധി വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് നേതാക്കളുടെ പ്രതികരണം ഒന്നും ഈ വിഷയത്തിലേക്ക് കടക്കാതെ രാഷ്ട്രീയത്തിൽ തന്നെ ഊന്നിക്കൊണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ശരീരഭാഷയുണ്ട്, ഒരു നിസ്സാരവൽക്കരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അരുൺ ഉൾപ്പെടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതും ആണല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ പുതിയൊരു നീക്കം എന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. കേന്ദ്ര നീക്കം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അതിന് ആ പ്രാധാന്യം നൽകിയാൽ മതി, അവഗണിക്കണം ഈ ഇത്തരം അന്വേഷണം. കാരണം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണമാണ്, അതിന് ആ പ്രാധാന്യം നൽകിയാൽ മതി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലുള്ള ഈ അന്വേഷണം പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്ന വിലയിരുത്തലാണ് CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടറി തന്നെ കാര്യങ്ങൾ സംസ്ഥാന സമിതിയിൽ വിശദീകരിച്ചു. ഈ നീക്കം വീണ വിജയൻ എന്ന വ്യക്തിക്കെതിരെയല്ല, പകരം മറിച്ച് വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായി തന്നെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഉള്ള ഗൗരവം ഇപ്പോഴത്തെ അന്വേഷണ നീക്കത്തെ, അന്വേഷണ തീരുമാനത്തിന് നൽകേണ്ടതാണ് CPM-ന്റെ വിലയിരുത്തൽ. നാളെ രാവിലെ 10:00 സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഈ വിഷയത്തിൽ പാർട്ടി നിലപാട് ഔദ്യോഗികമായി അറിയിക്കും. എങ്കിലും ഇതിനപ്പുറത്തേക്കുള്ള ഒരു വിശദീകരണമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലേ? തീർച്ചയായും രാഷ്ട്രീയ പ്രേരിത നിലപാടത്തിന് CPM ഉറച്ചു നിൽക്കും. നേരത്തെ വിവാദം വന്നപ്പോൾ തന്നെ ആ ഒരു നിലപാട് അവർ സ്വീകരിച്ചതാണ്. അന്ന് ചരിത്രത്തിലില്ലാത്ത വിധം അല്ലെങ്കിൽ അസാധാരണമായ വിധം വീണ വിജയൻ എന്ന വ്യക്തിക്ക്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്തുണയുമായി അവരെ പ്രതിരോധിച്ചുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിനുശേഷം നേതാക്കളൊക്കെ അതിനെ പൂർണ്ണമായും അനുകൂലിച്ച് നിലപാടെടുക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഇപ്പോഴും CPM സ്വീകരിക്കുന്ന നിലപാട്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള നീക്കമാണ്, അതിനെ ആ രീതിയിൽ മാത്രം നേരിട്ടാൽ മതി എന്നാണ് CPM-ന്റെ തീരുമാനം. എന്തായാലും CPM വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്തു എന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്.